മുഖ്യമന്ത്രിയുടെ മാത്രമല്ല CPM സെക്രട്ടറി സഖാവ് ഗോവിന്ദന്റെയും ഒത്താശ ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ ഗവർണറെ വരുതിക്ക് നിർത്തുന്നതിന് വേണ്ടി മാത്രം ആസൂത്രിതമായി തയ്യാറാക്കിയതാണ് ഈ വഴിതടയൽ. മന്ത്രിമാരുടെയും MLA-മാരുടെയും ഭാര്യമാരെ വ്യാപകമായി സർവകലാശാല നിയമിക്കുന്നതിന് വേണ്ടി വൈസ് ചാൻസലർമാരുടെ നിയമനം ഹൈജാക്ക് ചെയ്തത് ഈ ഗവൺമെന്റാണ്. കേരളത്തിലെ സർവകലാശാലകളെ ചുവപ്പുവൽക്കരിച്ചത് CPM ആണ്. കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറും നമ്മുടെ സംസ്ഥാനത്തെ പ്രഥമ പൗരനുമായ ഗവർണർക്ക് പോലും യാത്ര ചെയ്യാൻ ഒക്കാത്ത നിലയിൽ കേരളത്തിൻ്റെ സമാധാനാന്തരീക്ഷം തകർന്നിരിക്കുകയാണ്. വാസ്തവത്തിൽ ഗവർണറെ ആസൂത്രിതമായി തടഞ്ഞതാണെന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്ത് 3 സ്ഥലങ്ങളിൽ വെച്ച് അദ്ദേഹം എയർപോർട്ടിൽ യാത്ര ചെയ്യവേ തടഞ്ഞു എന്ന് പറയുമ്പോൾ അത് പോലീസിൻ്റെയും ഒത്താശയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി SFI പ്രവർത്തകരിൽ നിന്നുണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വാസ്തവത്തിൽ കേരളത്തിലെ സർവകലാശാലകളിൽ സെനറ്റിലേക്ക് അംഗങ്ങളെ നിയമിച്ചത് സംബന്ധിച്ചുള്ള തർക്കമാണ് ഈ തടയലിന് കാരണമെന്നാണ് SFI ചൂണ്ടിക്കാണിക്കുന്നെങ്കിലും അത് വസ്തുതാവിരുദ്ധമാണ്. ചാൻസലറുടെ നോമിനേഷൻ ഗവർണർ നടത്തുന്നത് മുൻകാലങ്ങളിലും സ്വതന്ത്രമായാണ്. സർക്കാരിന് താല്പര്യമുള്ള പാനലിലല്ലാത്തവരെ ഗവർണർ മുൻകാലങ്ങളിൽ നിയമിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിലും സമാനമായി ഈ ഗവർണർ നോമിനേഷൻസ് നടത്തി. അന്നൊന്നുമില്ലാത്ത പ്രതിഷേധം പെട്ടെന്ന് ഇപ്പോൾ ഉരുത്തിരിഞ്ഞത് കേരള സർവകലാശാലയുടെ നാമനിർദ്ദേശം മാത്രമല്ല, ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ SFIയും CPM ഉന്നയിക്കുന്നത്. വാസ്തവത്തിൽ കേരളത്തിലെ സർവകലാശാലകളെ ചുവപ്പുവൽക്കരിച്ചത് CPM ആണ്. ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ളവരെ വിദ്യാഭ്യാസ വിചക്ഷണരെന്ന നിലയിൽ സർവകലാശാല സിൻഡിക്കേറ്റിലും സെനറ്റിലും നോമിനേറ്റ് ചെയ്തത് ഈ CPM ഭരണകൂടമാണ്. അതേപോലെ തന്നെ മന്ത്രിമാരുടെയും MLA-മാരുടെയും ഭാര്യമാരെ വ്യാപകമായി സർവകലാശാല നിയമിക്കുന്നതിന് വേണ്ടി വൈസ് ചാൻസലർമാരുടെ നിയമനം ഹൈജാക്ക് ചെയ്തത് ഈ ഗവൺമെന്റാണ്. അതിനെതിരെ ഒരു നടപടി ഗവർണർ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ അന്നൊന്നും ഇല്ലാത്ത പ്രതിഷേധം ഇപ്പോൾ ഉണ്ടായത് ഈ അടുത്ത കാലത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഗവർണർക്ക് നൽകിയ നിവേദനമാണ്. ആ നിവേദനത്തിന്റെ പുറത്ത് നടപടികൾ ഉണ്ടായാൽ സ്വാഭാവികമായും സർക്കാരിന് മുന്നോട്ട് പോകാൻ പ്രയാസമാവും. അപ്പോൾ ഗവർണറെ വരുതിക്ക് നിർത്തുന്നതിന് വേണ്ടി മാത്രം ആസൂത്രിതമായി തയ്യാറാക്കിയതാണ് ഈ വഴിതടയൽ. തീർച്ചയായിട്ടും ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണെന്ന് ഗവർണർ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ മാത്രമല്ല CPM സെക്രട്ടറി സഖാവ് ഗോവിന്ദന്റെയും ഒത്താശ ഇതിന് പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ യുവജനങ്ങളായ SFI പ്രവർത്തകർ നടത്തിയ ഈ പ്രവൃത്തിക്ക് അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് ഷിയാസ് ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും അതേപോലെ CPM സെക്രട്ടറി ഗോവിന്ദനെതിരെയും അതേപോലെ മന്ത്രി റിയാസിനെതിരെയും ക്രിമിനൽ കേസ് എടുക്കാൻ തീർച്ചയായിട്ടും DGP ഇപ്പോൾ തയ്യാറാവുകയാണ് വേണ്ടത്. ക്രമസമാധാന പാലത്തിൽ അല്പമെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ DGP അതിന് തയ്യാറാകണം. അതോടൊപ്പം തന്നെ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മുഹമ്മദ് റിയാസിനെ മന്ത്രിസഭയിൽ നിന്നും മാറ്റാനും തയ്യാറാകണം.